അവിടാണ് വെക്കുന്ന അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാലക്കോട്ട് ബീച്ചിനെ കൊണ്ട് മാറി ബഗാ ബീച്ചിലേക്ക് പോകുന്ന വഴി ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർട്ടിയൊക്കെ ഉണ്ട്. ഒരിടത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഈ ഏരിയ ഫുള്ള് പാർട്ടിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ഭാഗത്ത് തന്നെ വരുന്നത് തന്നെ ഈ പാർട്ടിക്ക് പോകാൻ വേണ്ടി വരുന്നത്. കാരണം ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഭയങ്കര തിരക്കാണ്. ബീച്ചിൽ കൂടെ നടക്കാൻ പോലും പറ്റില്ല, ഇത്രയ്ക്ക് ഇടിയാണ്. നിങ്ങൾ കാണാം, ഇടി തന്നെ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോസിൻ്റെ അത് ക്യാമറ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്തെടുക്കാൻ നോക്കാം. ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. കൂടാതെ പോകുന്ന വഴിക്ക് ഒരുപാട് പാർട്ടികൾ കാണാം, ഇടി കാണാം, തിരക്ക് കാണാം. കാണണ്ടേ? നല്ല രസമാട്ടോ. ഇത്രയധികം ആൾക്കാർ ഇവിടെ വരുന്നത് ശരിക്കും ആരെങ്കിലുമൊക്കെ കാണാതെ പറ്റുന്നത് ഇവിടെ നോക്കിയാൽ മതി. വെറുതെ പറയില്ല, വേണം നോക്കി. ഈ റോഡിൽ കൂടെ നേരെ അങ്ങേറ്റം പോകുമ്പോഴാണ് നമ്മുടെ ടിറ്റോസ് പബ്ബ്. ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പബ്ബുകളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഇതിനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു വണ്ടിക്ക് പോലും പോകാൻ വയ്യാത്ത തിരക്കായിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല തിരക്ക്. നടക്കാൻ പോലും പറ്റത്തില്ല, കൂട്ടിയിടിക്കുക, അത്രയ്ക്ക് ജനങ്ങളാണ്. എല്ലാരും വരുന്നത് ഈ കാലങ്കോട്ടും ബഗായിലൊക്കെ വരുന്നത് തന്നെ ഈ പാട്ട് കൂടാൻ വേണ്ടി വരുന്നതാണ്. അത് കാരണം ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ റോഡിലോട്ട് കയറിയാൽ തന്നെ നിറയെ പബ്ബുകളുമാണ്, പരസ്പരം കോമ്പറ്റീഷനാണ്. അതേ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പാർട്ടി ഉള്ളതാ, ഇതൊക്കെ പബ്ബാണ്. അപ്പം എങ്ങനെയെങ്കിലും എത്രയും കൂടുതൽ ആൾക്കാരെ ഇതിനുള്ളിലേക്ക് ആകർഷിച്ച് എങ്ങനെ കയറ്റാം എന്നുള്ള ഒരു ഇതിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അത് കാരണം ഭയങ്കര ഓഫറൊക്കെ കൊടുക്കും ചിലര് ഇതിൻ്റെ ഇങ്ങനെ കയറ്റാൻ വേണ്ടി. അപ്പൊ അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പബ്ബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിറ്റോസ് ആണ്. അപ്പൊ ടിറ്റോസിന്റെ അകത്ത് കയറാൻ തന്നെ പാസ് ഉണ്ട്. ആ പാസിന് നല്ലൊരു റേറ്റ് ആണ്. പിന്നെ ചില സമയത്ത് അവർ ഓഫർ കൊടുക്കും. അങ്ങനെ ആളൊക്കെ കുറഞ്ഞ സീസൺ ടൈമിൽ അല്ലെങ്കിൽ ഓഫറൊക്കെ കൊടുക്കും ഒരുപാട് ആൾക്കാരെ കയറ്റാൻ വേണ്ടി. മുമ്പൊക്കെ വരുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യൻസ് ആണ് കേട്ടോ. ഇവിടെ പാർട്ടിയുടെ ഒരു ഏരിയ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പബ്ബുള്ള ഒരു ഏരിയ ആണ് ഇത്. വേണ്ട, ഇവിടെ ഫുള്ള് ആൾക്കാരെ നിർത്തിയേക്കുക. ഈ പബ്ബിന്റെ തന്നെ ആൾക്കാരാണ് ഇതിന് പുറത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോ ഒരു പബ്ബിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടേതായ കുറെ ആൾക്കാരെ അവർ നിർത്തി ഡാൻസ് ചെയ്യാനൊക്കെ.
അപ്പം അത് നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് അപ്പോൾ കൂടുതൽ പേരെ ആകർഷിക്കാൻ വേണ്ടി ഓരോ ക്ലബ്ബുകാരും അതിനനുസരിച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് മറ്റുള്ളവരെ ടച്ച് ചെയ്യാനോ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് സെക്യൂരിറ്റി നിൽപ്പുണ്ട്, കൂടാതെ പോലീസൊക്കെ പുറത്തിപ്പുണ്ട്. അപ്പം തന്നെ പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഇവിടുത്തെ നിയമമൊക്കെ ഭയങ്കരം തന്നെയാണ്. പിന്നെ പബ്ബിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഗ്രൂപ്പായിട്ട് വന്നിട്ട് കയറുന്നവരുണ്ട്. അപ്പം ഗ്രൂപ്പായിട്ട് വന്നാലൊന്നും അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ കപ്പിളായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. പാസ്സുണ്ട്, കപ്പിൾ പാസിന് മാത്രമേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. അപ്പം പുറത്ത് നിന്നിട്ട് ഇതുപോലെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറി പറ്റും കേട്ടോ. അങ്ങനെ കയറി കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ കയറുന്നവരും ഉണ്ട്, പിന്നെ ഒന്നിച്ച് വന്ന് കയറുന്നവരുണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയാൽ മറ്റൊരു ലോകമാണ്. ശരിക്കും നമ്മൾ കിടുങ്ങിപ്പോവും. സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല പബ്ബുള്ളത്. കാരണം പുറത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ കാലങ്കോട്ട് ബഗ ആ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ഒരുപാട് പബ്ബുകളുണ്ട്, ഒരുപാട് പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊന്നും പാസ്സൊന്നും വേണ്ട. ഇതുപോലെ ലിക്കറൊക്കെ വാങ്ങിച്ചാൽ മാത്രം മതി. അങ്ങനെ അവിടെ ആർക്ക് വേണേലും കയറാം. അങ്ങനെ ഇന്നയാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ, കപ്പൽ പാസ് വേണം, അങ്ങനൊന്നും ഇല്ല. ആർക്ക് വേണേലും കയറാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഗോവയിലെ എല്ലാരും വരുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലങ്കോട്ട് ബഗ ഭാഗത്താണ്. ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ചില ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അപൂർവമായിട്ട് ഉണ്ടായാലും ഉള്ളു. പിന്നെ അറമ്പോളിലും ഒക്കെ ബീച്ചിലുണ്ട്. ബീച്ച് സൈഡിലാണ് പാർട്ടി നടത്തുന്നത്. ഇപ്പൊ അവിടെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഫോറിനേഴ്സൊക്കെ വരാത്തതുകൊണ്ട് ഇപ്പൊ പാർട്ടിയൊന്നും ഇല്ല അവിടെ. പിന്നുള്ളത് ഇവിടെയാണ്. അത് കാരണമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇതാണ് ടിറ്റോസ്. അപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് ഗോവയിൽ വരുന്നതാണ്. അപ്പൊ വരുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ വരാറുണ്ട്. ടിറ്റോസിലേ വരാറുള്ളൂ കേട്ടോ. അതാകുമ്പം ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പുറത്തൊക്കെ പോയി ഇതുപോലെ പാർട്ടി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താളാന്ന് നോക്കി
ഇവിടുന്ന് അങ്ങോട്ടൊന്നും നോക്കിയണ്ട, വന്നുകൊണ്ടിരിക്കുക. നേരം വെളുക്കുന്ന വരെ ഇത് തന്നെയാണ്. പിന്നെ ആൾക്കാർ വന്നും പോയി ഒക്കെ നിൽക്കും. സാധാരണ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ഇതിന്റെ അകത്ത് കയറിയേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടിറ്റോസ് പബ്ബിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിക്കുവാണ്. ഇപ്പം ഏകദേശം 1 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്. ഈ നേരം വെളുക്കുന്നവരെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ടിറ്റോസിൻ്റെ അകത്ത് കയറി ഇറങ്ങിയൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കും. പിന്നെ
നമ്മൾ വോയിസ് ഓവർ ചെയ്തേക്കുവാണ്. കാരണം ഇവിടെ ഭയങ്കര പാർട്ടി മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് വോയിസ് ഓവർ ചെയ്തേക്കുവാണ്. നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ 1 മണി സമയത്ത് ഇവിടുത്തെ തിരക്കും പാർട്ടിയും കാര്യങ്ങളും അവസ്ഥയൊക്കെ നിങ്ങൾ നോക്കി. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ ആണിത്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ പാർട്ടികളും പിന്നെ പബ്ബുകളും ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണെന്ന്. ഇവിടെയുള്ള ആൾക്കാരല്ല, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഉറക്കമില്ല. രാവിലെ വരെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഗോവയിൽ ഇത്രയും തിരക്കുള്ള ഒരു സ്പോട്ടില്ല. ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. ഇവരൊക്കെ പാർട്ടിക്ക് പോവാണ്. അപ്പൊ ഇന്ന സമയമൊന്നും ഇല്ല, ഏത് സമയത്ത് വേണേലും വന്ന് കയറാൻ പറ്റും. ഇവിടെയൊക്കെ എത്തിയപ്പോ ഇച്ചിരി ആളൊക്കെ കുറവുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോ നിങ്ങളൊന്ന് കണ്ടു കളിക്കും. ഇപ്പം സമയം 2 മണിയായി കേട്ടോ. സമയം 2 മണി
അറിയാട്ടാ. ഇപ്പോഴും തിരക്ക് കണ്ട ആൾക്കാരും ആർക്കും ഉറപ്പില്ല. വീട്ടിലറിയാതെ വന്നേക്കുമല്ല കണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാ